ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് അതാണ് നോക്കൂ. അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ ഏതാണ്ട് 4 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ അങ്ങനെ കോട്ടയത്തോട്ട് പോവാണ്. ഗൈസ് നോക്കൂ, ഏതാണ്ട് 4 വർഷമായി നമ്മൾ കോട്ടയത്തോട്ട് പോയിട്ട്. ഗൈസ് നോക്കൂ, എന്റെ ആദ്യത്തെ 15 Pro Maxലെ ഷൂട്ടാണ്. ഇത്ര നാളും 14 Pro Max ആയിരുന്നു. ഇവിടുന്ന് ബാക്ക്ഗ്രൗണ്ട് BGM ഇട്ടിട്ട് തരുന്നുണ്ട്. ആ പനിയുടെ ഇതുവരെ മാറിയിട്ടില്ല. അപ്പൊ ആദ്യത്തെ 15 Pro Maxലെ ഷൂട്ടാണ്. ഇത് കണ്ടിട്ട് കാക്ക എന്നോട് പറയുന്നത് ഇതൊന്നും ഒന്നുമല്ല മോനെ, ശരിയാട്ടോ ഗൈസ്. ഞങ്ങളുടെ ഫാമിലി ഒക്കെ ഞങ്ങൾ കുടിയേറ്റാണല്ലോ. ഞങ്ങളുടെ ഫാമിലി ഒക്കെ ഈ ചങ്ങനാശ്ശേരി ആ ഭാഗങ്ങളിലൊക്കെ ആട്ടോ ഏറ്റവും കൂടുതലുള്ള. അപ്പം അല്ലേ ഗൈസ് നോക്കൂ. അപ്പം നമ്മള് നേരെ കോട്ടയത്ത് പോവാണ്. ഇവിടുന്ന് അപ്രോക്സിമേറ്റ് ഞങ്ങൾ 11:30ക്കാണ് ഇറങ്ങുന്നത്. എത്ര മണിക്ക് എത്തിക്കാം? 1 നോക്കൂ, നമ്മള് പോകുന്നത് എപ്പോഴും അല്ല. ഇതാണ് ഏതാ ലാഭം? ഏതാ ലാഭം? ഏതാ ഇക്കന്റെ അഭിപ്രായത്തിലാണ് ലാഭം? സാധനം കൊടുക്കാനുണ്ട് 3000 അല്ലേ? ആ ഗൈസ് നോക്ക്, നമ്മൾ പോകുന്നത് ഈ കാണുന്ന ഫോർച്യൂണിലാണ്. ഇത്രയും ദിവസം നമ്മൾ പൊക്കോണ്ടിരുന്നത് മറ്റേ വണ്ടിയിലാണ്. ഇപ്പൊ നമ്മൾ ഇതിൽ പോകുന്നു. ഗൈസ് ഏത് വണ്ടി കിട്ടിയാലും അതിലെങ്ങ് പോകും. ഗൈസ് നോക്കൂ, അതേ സമയത്ത് ഇത് കണ്ട് ഗൈസ് നോക്കൂ, ഇത് കണ്ട് ഈ കാണുന്ന ഇവിടെ നമ്മുടെ SS നെപ്പോളിയൻ കിടപ്പുണ്ട്. വന്നിട്ട് കാണിച്ചു തരാം. അതായത് അതിന്റെ അത് ഫുള്ള് തുരപ്പം കയറി അതിന്റെ കുറെ സാധനങ്ങൾ കടിച്ചു കളഞ്ഞു. അതായത് അന്ന് ഡൽഹിയിൽ നിന്ന് കയറിയ എലി ഇതുവരെ പോയിട്ടില്ല. ഞങ്ങൾ രാവിലെ UFO ബസ്സിന് വന്നു. എന്നിട്ട് നേരെ ഒരു 5 മണിയായി വന്നു. നേരെ കയറി കിടന്ന് ഉറങ്ങി. 11:30 ആയപ്പോ ഇക്ക വന്നു. അപ്പത്തേക്ക് എണീറ്റു. വിളിച്ചില്ലല്ലേ? വിളിക്കുന്നതിന് മുമ്പേ എണീറ്റു അല്ലേ? യെസ്, ഇക്ക ഉണ്ടല്ലോ മറ്റേ എലിയുടെ മറ്റേ കൂടുണ്ട്, ആ കെണി, ആ സാധനം മേടിച്ചോണ്ട് വന്നു. പക്ഷെ അതിനകത്ത് കുടുങ്ങുന്നില്ല. നമുക്ക് സ്റ്റിക്കർ ഇപ്പം പോകുന്ന വഴിക്ക് സ്റ്റിക്കർ മേടിച്ചോണ്ട് വരണം. എന്നിട്ട് ആ സ്റ്റിക്കറിൽ വേണം നമുക്ക് എലീനെ പിടിക്കാൻ വേണ്ടി. അതാണ് മെയിൻ കാര്യം. പിന്നെ അടുത്ത കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രീം പൂർത്തിയാകാൻ വേണ്ടി ഇനി ഏതാണ്ട് മണിക്കൂർ മാത്രമേ ഉള്ളൂ. 1H എടുക്കാനാണ് നമ്മൾ നേരെ കോട്ടയത്തോട്ട് പോകുന്നത്. എന്തിനാണ് പിന്നെ കോട്ടയത്തോട്ട് പോകുന്നത്? ക്യാമറ. ഓക്കെ, S1H എടുക്കാൻ വേണ്ടിയാണ് പോണത്. എന്തായാലും അതെടുത്ത് കഴിഞ്ഞിട്ട് അതിൽ തന്നെ ഷൂട്ട് ചെയ്തോണ്ട് വരണമെന്നാണ് എന്റെ ആഗ്രഹം. ഗൈസ് നോക്കൂ, ഞാൻ എന്റെ ഈ കാണുന്ന ബാഗ് ഉണ്ടല്ലോ, ഈ കാണുന്ന ബാഗിന്റെ അകത്ത് എന്റെ പഴയ സെനൈസറിന്റെ മൈക്ക്, ഈ കാണുന്ന മൈക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന മൈക്കിൽ വേണം അതിന്റെ മൈക്ക് ടെസ്റ്റ്, അല്ല സോറി, മൈക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി. അടുത്ത് നമ്മുടെ പരിപാടിക്ക് വളരെ ബെറ്റർ ഓപ്ഷൻ ആണ് ആ ക്യാമറ. മനസ്സിലായോ? മനസ്സിലായോ? സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഞങ്ങള് കുറെ പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഫൈനലി നമ്മൾ അങ്ങനെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങി നേരെ മൂവാറ്റുപുഴ ലക്ഷ്യമാക്കി പോവാണ്. മൂവാറ്റുപുഴയിൽ നിന്നാണ് പിന്നെ നമ്മൾ നേരെ എങ്ങോട്ട് പോകുന്നത്? കോട്ടയത്തോട്ട് പോകുന്നത് കേട്ടോ. ഫൈനലി ആലുവ എത്തി കേട്ടോ. അത്യാവശ്യം ആലുവ പാലത്തിലേക്ക് കയറുന്നത്. അതായത് തൊട്ട് ഫ്രണ്ടിലേക്ക് കാണുന്നതാണ് ആലുവ പാലം. അപ്പൊ ഇങ്ങോട്ട് കയറുന്ന അവിടെ തൊട്ട് മുമ്പിലുള്ള ബ്ലോക്കിലാണ് ഞങ്ങളുള്ളത്. ഇനിയിപ്പം ബ്ലോക്ക് ഉണ്ടാവും. ഇനി ബ്ലോക്ക് ഉണ്ടാകാൻ ചാൻസ് കുറവായിരിക്കും. ഇവിടെയാണ് മെയിൻ ബ്ലോക്കുള്ള സ്ഥലം. ഇവിടെ ഇപ്പൊ പാലങ്ങേരി ലെഫ്റ്റ് ടൗൺ വഴിയല്ലേ നേരെ പോകുന്നത്. ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം ഇക്ക കുറച്ച് സാധനം അവിടെ ഷോപ്പിൽ കൊടുക്കാണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്നിടത്ത് ഒരു ഇത്താന്റെ കടയിൽ നിന്ന് കിഡിൽ ലൂണ് കഴിച്ചു. അത് ഇത് കിട്ടുമെന്ന് അറിയത്തില്ല. ഞങ്ങൾ പറയാൻ ശ്രമിച്ചു. കിഡിൽ ലൂണായിരുന്നു. അത് കഴിക്കണം അല്ലേ? ഇലയാണ് മെയിൻ സംഭവം. അജാന വാവു ഇലയാണ്. ഒരു ബെഡ്ഷീറ്റിന്റെ ഉണ്ട്. അങ്ങനത്തെ ഒരു കിഡിലിന്റെ ഇലയാണ്. ആ ഇലയിൽ വേണം കഴിക്കാൻ. എന്നിട്ട് നമ്മൾ നേരെ കോട്ടയത്തോ. അപ്രോക്സിമേറ്റ് എത്ര ടൈം എടുക്കും? കോട്ടയത്തോ? കോട്ടയത്തോ 1.5 മണിക്കൂർ എടുക്കും. അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ പെരുമ്പാവൂരെത്തി. ഇവിടെയാണ് സാധനം കൊടുക്കാനുള്ള. ആ സാധനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇവിടുന്ന് പോവാം. ഗൈസ്, വേറൊരു സത്യമുണ്ട്. ഞങ്ങളുടെ ഭക്ഷണം കഴിക്കൽ നടന്നില്ല. ഇന്ന് ഇത്ത കട തുറന്നില്ല. ആജ് സൺഡേ नहीं है ना, बंदे भैया, ये छोटा भैया क्या बोलेगा? ഞാൻ എന്റെ കൈ കടിക്കുക, വഴിയൊന്നുമില്ല. പിന്നെ വേറൊരു കേസേ, അതായത് ഹിന്ദി ഒന്നും മറന്ന പോലെ കേട്ടല്ലോ ഇവനെ. ഏപ്രിലിൽ പോകുമ്പോ ഹിന്ദി മറന്ന പെട്ടുപോകും. പെരുമ്പാവൂർ ഇക്കയ്ക്ക് ഒരു സാധനം കൊടുക്കണ്ടായിരുന്നു. ആ സാധനം കൊടുക്കാൻ വേണ്ടി ഇക്ക വന്നു. ഇക്ക ആ സാധനം മൊത്തം ഈ കാണുന്ന പോളയിലേക്ക് കയറ്റുന്നു. ആ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോ നേരെ കോട്ടയം. കോട്ടയം പോകുന്നു, ക്യാമറ സ്കാനിങ് പോകുന്നു, ക്യാമറ മേടിക്കുന്നു. ഗൈസ്, വേറൊരു കാര്യം, ഒരു അപ്ഡേഷൻ പറയാൻ മറന്നുപോയി. ഏപ്രിലില് പിന്നെ നമുക്ക് പോകേണ്ടത്, നമുക്ക് സത്യം പറഞ്ഞ സമയമില്ല. ഞങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകും. വണ്ടികളെല്ലാം കാര്യം നോക്കിയിട്ട്. എന്നിട്ട് എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചൈനയ്ക്ക് കയറുന്നതിന്റെ 10 ദിവസം മുമ്പേ
കാഠ്മണ്ഡു ചെന്ന് പിന്നെ ഇത് ചെയ്യണം, അതായത് റിപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് 10 ദിവസത്തിലാണ് പേപ്പർ ശരിയാക്കിയിട്ട് നമ്മൾ പോകുന്നത്. വലിയ പരിപാടിയാണ്, അതായത് തലവേദന പിടിച്ച പരിപാടിയൊക്കെയാണ്. ആ ദിവസം വെച്ച് ഇവിടുന്ന് ലോറി ഓടി കയറുന്നല്ലോ, അതായത് 72 മണിക്കൂർ 100 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഓടി കാഠ്മണ്ഡു കയറണം. ഇവിടെ വേറെ കാര്യമുണ്ട്, നീ ഒന്ന് ഉറക്കത്തി പറയടാ. ഇവിടെ വേറെ കാര്യമുണ്ട്. നമ്മളിപ്പോ കാഠ്മണ്ഡു എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാഠ്മണ്ഡു പോകുന്ന വഴി മൊത്തം പരിചയമാണ്. ഇപ്പൊ മുന്നേ ഇത്രല്ല 2 കൊല്ലം മുന്നേ ഈ പ്രാവശ്യം ഇപ്പുറത്തെ റൂട്ടിൽ കൂടെ പോകുന്നുണ്ട്, അതായത് പിന്നെ കർണാടക തെലങ്കാന ആന്ധ്ര അങ്ങനെ പോകുന്നത്. അതിനാ രാശി ഇപ്പുറത്തെ രാശി കുറവ്. മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഈ സ്ഥലത്തോട്ടേ ഞാനില്ല അല്ലേ. പിന്നെ വേറെ ആവശ്യം ഗീറ പിടിച്ചൊരു ആട്ടാട്ടിയാണ്. ഞങ്ങൾ ഒരു കടയിൽ കയറി കേട്ടോ, ഇത് വണ്ടി അവിടെ നിർത്തി. വേണ്ട അത്തിമരം വേണ്ട, നമുക്ക് ഇവിടെ നിന്ന് കഞ്ഞി കുടിക്കാം, പഴങ്കഞ്ഞി. ഇക്ക കുടിക്കുന്നില്ലെന്ന് പറഞ്ഞാ, പക്ഷെ പഴങ്കഞ്ഞിയാന്ന് പറഞ്ഞു ഇക്ക കുടിക്കുന്നെന്ന് പറഞ്ഞു. ഇതുണ്ടോ ആ കാണുന്ന ഇവിടെ ഒരു കലം കണ്ടോ, ആ കാണുന്ന കലത്തിലാണ് കഞ്ഞി ഇരിക്കുന്നത്. ആ കഞ്ഞിയാണ് നമ്മൾ കുടിക്കുന്നത് അല്ലേ. ആ കഞ്ഞിക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടോ. ഈ കാണുന്ന കുടത്തിലാട്ടോ പുള്ളി കഞ്ഞി എടുക്കുന്നത്. അത് കലക്കും കുടത്തില, പഴങ്കഞ്ഞിയാ. എല്ലാ സെറ്റപ്പ് ഉണ്ടെന്നാ തോന്നുന്നു കണ്ടിട്ട്. ആണോ? ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ പുള്ളി ഇവിടം വരെ എത്തേണ്ട താമസം. എല്ലാം മോരുള്ള നല്ല കിടിലൻ കഞ്ഞി. നിന്റെ അഭിപ്രായം എന്നടാ? നല്ല അടിപൊളി കഞ്ഞി. ഇതിനകത്ത് മോരും ഇഞ്ചിയുമാണ് ഇതിനകത്ത്. പഴങ്കഞ്ഞി കേട്ടോ, പഴങ്കഞ്ഞി. ഇത് കൊള്ളാം, കൊള്ളാം. അവിടെ പഴയ കറിയും കൂടെ ഉണ്ട്, അടിപൊളിയോ. പച്ചമുളക്, ഇഞ്ചി, വേപ്പല എല്ലാം ഉണ്ട്. സൈഡ് വന്നു കേട്ടോ, പപ്പടം, ചമ്മന്തി, ഓലയാ ഓലക്കറി വേണോ? ഇതിന്റെ കൂട്ടത്തില് മെഴുക്കുവരട്ടി, ഇതല്ലേ മമ്പയർ, അച്ചാറ്, ചമ്മന്തി, മുളക്, മുള്ളൻ, പപ്പടം, കലക്കി. ഇനി കാണാം. കാണുന്ന കടയിൽ നിന്നാണ് ഞങ്ങൾ കഞ്ഞി കുടിച്ചത്. അപ്പോഴാണ് ഞങ്ങളുടെ കുറെ ചേട്ടന്മാരെ കണ്ട. ഹായ്, മുണ്ടെന്ന് അയച്ചിട്ടുണ്ടാ? പൊക്കോട്ടെ. ആ ഗൈസ് നോക്കി, ഞങ്ങൾ കഞ്ഞി കുടിച്ചു. അതായത് പെരുമ്പാവൂരിൽ നിന്ന് മൂവാറ്റുപുഴ കഴിഞ്ഞ് കോട്ടയത്തിന് പോകുന്ന റൂട്ടാന്ന് തോന്നുന്നു അല്ലേക്കാ ചേട്ടാ? ഇത് കോട്ടയത്തിന് വന്ന റൂട്ടല്ലേ? ആ ഗൈസ് ഈ കാണുന്നത് നല്ല കഞ്ഞിയാട്ടോ, നല്ല പഴങ്കഞ്ഞി, നല്ല കിടിലൻ സാധനം. പൊക്കോട്ടെ. ആ ചേട്ടന്മാർ ഓട്ടോ സ്റ്റാൻഡ്. ഈ ചേട്ടന്മാരാണ് ഞങ്ങളെ പിന്നെ കാണാൻ വേണ്ടി വന്നേട്ടോ. പൊക്കോട്ടെ ചേട്ടാ. ഓക്കെ. ആ ഗൈസ് നോക്കൂ, ഞങ്ങൾ നേരെ പോവാണ്. നല്ല കിട്ടിയിലും കഞ്ഞി കേട്ടോ, പ്രതീക്ഷിക്കാതെ കിട്ടിയ പഴങ്കഞ്ഞി. വയറ് നിറഞ്ഞു ഒരു തണുപ്പ് കിട്ടി. ഇക്ക മറ്റേ പൊറോട്ടയും സാമ്പാർ. ഒരു പൊറോട്ട പോവാ, നേരെ ഫ്രണ്ടിലേക്ക് പോവാട്ടോ. അതായത് അപ്രോക്സിമേറ്റ് ഇനി എത്ര മണിക്കൂർ എടുക്കുക? ഇനിയിപ്പോ എന്തായാലും ഒരു മണിക്കൂർ എന്തായാലും എടുക്കും. ഒരു മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ കോട്ടയത്ത് എത്തും കേട്ടോ. അല്ലെങ്കിൽ നമ്മളങ്ങനെ യാത്ര ചെയ്ത് മൂവാറ്റുപുഴ എത്തി കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഇവിടുന്ന് ഏതാണ്ട് 60 കിലോമീറ്റർ, 54 കിലോമീറ്റർ അടുത്തുണ്ട് കോട്ടയത്തിനുണ്ടോ. ഇനി നമുക്ക് ഏതാണ്ട് ഇത് കണ്ടോ 48 കിലോമീറ്റർ, 1 മണിക്കൂർ 3 മിനിറ്റ് കേട്ടോ. അത്യാവശ്യം നല്ല കിട്ടുന്ന റോഡാണ്, പക്ഷെ നല്ല വളവാ. നല്ല വളവല്ലേ നല്ല വളവാ. ഗൈസ് നോക്കൂ, ഇനി എന്തോരം നമുക്ക് ഓടിക്കാണ്ടെന്നറിയോ. വണ്ടിക്കാണ് ഈ റൂട്ടിൽ കൂടി ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ആ റൂട്ടിൽ കൂടെ പോകുന്ന ചെറിയ നൊസ്റ്റാൾജി ഉണ്ടല്ലോ ലിവിനെ. ഞാൻ ഇവനൊക്കെ എന്തോരം ഈ റൂട്ടിൽ കൂടെ വന്നിട്ടുണ്ടെന്ന് അറിയാവോ അല്ലേ ലിവിനെ? ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ അങ്ങനെ കോട്ടയത്തെത്തി. അതായത് ഈ കാണുന്ന ഇവിടെ എവിടെയോ ആണ് നമ്മുടെ ഷോപ്പ്. അതായത് ഈ റൗണ്ടിലാ, കോട്ടയം റൗണ്ട്. ഗൈസ് നോക്കൂ, അതായത് ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്താണ് ഈ ഷോപ്പ്. ഇതാണ് KSRTC ബസ് സ്റ്റാൻഡ് എന്നാണ് എന്റെ വിശ്വാസം അല്ലേക്കാ? ഇതല്ലേ ഇതിന്റെ ഉള്ളിലാണെന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഇത് കണ്ടോ റൗണ്ട്, ഇവിടെ എവിടെയെങ്ങാനുമാണ് കട കേട്ടോ. അടുത്ത നോക്കൂ, ഫൈനലി ഞങ്ങൾ വണ്ടി ഇവിടെ നിർത്തിയിട്ടു. ഈ കാണുന്നതാണ് നമ്മുടെ ഷോപ്പ്. ഇവിടെ നിന്നാണ് നമുക്ക് സാധനം മേടിക്കേണ്ടത്. നമ്മൾ നേരെ ആദ്യം മേലോട്ട് പോവാട്ടോ. നോക്കൂ, അങ്ങനെ ഫൈനലി നമ്മൾ കടലെത്തി. ഞാൻ പോയി ക്യാമറയും സംഭവങ്ങളൊക്കെ നോക്കിയായിരുന്നു. അതേ സമയത്ത് നമ്മുടെ കുറെ സബ്സ്ക്രൈബേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. പേരെന്നാ? പേരെന്നാ? അഖിൽ. പേര് അരവിന്ദ്. ഗൈസ് നോക്കൂ, നമ്മുടെ കുറെ സബ്സ്ക്രൈബർ ആണോ? പേരെന്നാ? അമ്മല്. പേരെന്നാ? ലിജോ. ഗൈസ് നോക്കൂ, ചേട്ടൻ്റെ പേരെന്നാ? അബി. ചേട്ടൻ്റെ പേരോ? അർജുൻ. ചേട്ടൻ്റെ പേര്? മണിച്ചേട്ടൻ. ചേട്ടൻ്റെ പേര്? വിജേഷ്. ചേട്ടൻ്റെയോ? പ്രജിത്ത്. ഗൈസ് നോക്കൂ, പേര്? അലൻ. അജിൻ. ഗൈസ് നോക്കൂ, ഇനി ഞാൻ നേരെ പോയി ക്യാമറ നോക്കട്ടെ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞ ക്യാമറ ചേട്ടൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് ഇദ്ദേഹമാണ് ഇതിന്റെ ഓണർ. എനിക്ക് പണ്ട് 2021 22 നിങ്ങൾ മറ്റേ മെൻഷൻ ഇത് ചെയ്തിട്ടില്ലായിരുന്നു. ഗൈസ് നോക്കൂ, ചേട്ടൻ്റെ പേര്? ഗൈസ് നോക്കൂ, മോൻ അല്ലേ? ഗൈസ് നോക്കൂ, അപ്പം ഇവനാണ് ഞങ്ങളെ കോൺടാക്ട് ചെയ്തത്. അത് റസാഖേനെ വിളിക്കുക. റസാഖേനെ കോൺടാക്ട് വഴിയാണ് നമ്മൾ ഈ സാധനം
ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞതും സംഭവങ്ങളൊക്കെ. അതായത് ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ ക്യാമറ, അതായത് S1 H, അതായത് നെറ്റ്ഫ്ലിക്സ് അപ്രൂവ്ഡ് ബഡ്ജറ്റ് ക്യാമറ. ഒന്ന് ഒന്നിതും അതിൽ ഒന്നാണ് ഇത്. അത് FX3 എന്ന് പറയുമ്പം അത് വേറൊരു കാറ്റഗറിയാണ്. ഇത് പാനാസോണിക്കിന്റെ. മറ്റേത് ഇച്ചിരി ഗൈസ് നോക്കൂ. അന്ന് ഇങ്ങോട്ട് നിന്നാലും കുഞ്ഞെ. ഗൈസ് നോക്കൂ, അതായത് അത് ഹെവി ക്യാമറയാ. ഗൈസ് നോക്കൂ. S1 H എടുത്ത് വെച്ച എല്ലാരും കുരുത്തമുള്ളൊരു സാധനമാണ്. ഭയങ്കരമായിട്ട് ആൾക്കാര് എന്നാ പറയാ, രാശിയിൽ വിശ്വസിക്കുന്നവരൊക്കെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന സാധനമാണ് ഈ സാധനം. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ കുറേ ക്യാമറ ചേട്ടന്മാരെ വിളിച്ചു വെച്ചും പറഞ്ഞ് ഞങ്ങൾ ഇതേപോലെ ഇവിടുന്ന് എടുക്കുന്നത് പറഞ്ഞപ്പോൾ അവരൊക്കെ ഈ ക്യാമറകൾ റെഫ്യൂസ്, അതായത് ഈ എന്താ പറയുക, നമ്മളിപ്പോൾ വെബ് സീരീസ് ഒക്കെ ചെയ്യാൻ നേരത്ത് ഈ പൊടി അതുപോലെ കയറാൻ നേരത്ത് ഏറ്റവും കൂടുതൽ ക്യാമറകൾ ക്ലീൻ ചെയ്യാൻ അതിന്റെ സർവീസ് ഒക്കെ ചെയ്യുന്നവരാണ് ഇവർ. അപ്പം ഇവർ ഭയങ്കര ട്രസ്റ്റാണ് ഇവരുടെ അടുത്ത് സംഭവം എടുക്കുക. കാരണം ഇവർ ഈ കാണുന്ന ക്യാമറ ടെസ്റ്റ് ചെയ്ത്, അങ്ങനെയല്ലേ അല്ലേ, ടെസ്റ്റ് ചെയ്ത് അതിന്റെ ഇതൊക്കെ കഴിഞ്ഞാണ് ഈ സംഭവം എടുത്തിരിക്കുന്നത്. അങ്ങനെ ഞാൻ കുറെ അധികം ക്യാമറ ആൾക്കാരോട് ഒന്നുമില്ല, അത്ര വലിയ റെഫ്യൂസർ സാധനമല്ല. അത്യാവശ്യം വർക്ക് എടുത്തിട്ടുണ്ടെന്നുള്ളതല്ല. സിനിമയ്ക്ക് വേണ്ടി വീഡിയോ ഷോർട്ട് ഫിലിം മാത്രം എടുത്ത സീരിയലൊക്കെ എടുത്ത സംഭവം. ഗൈസ് നോക്കൂ, അതായത് അല്ലെ ഈ ക്യാമറയുടെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് നെറ്റ്ഫ്ലിക്സ് അപ്രൂവ്ഡ് ക്യാമറയാണ് അല്ലെ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി 2 ക്യാമറയാണ്. അപ്പൊ നമ്മുടെ നജീബ് വെബ് സീരീസ് എടുത്താണ് എന്നോട് ചോദിച്ചു, നമുക്ക് ഇത് നെറ്റ്ഫ്ലിക്സിന് കൊടുക്കായിരുന്നു. അപ്പൊ നമ്മളെടുത്ത് എന്തായിരുന്നു, നെറ്റ്ഫ്ലിക്സ് അപ്രൂവ്ഡ് അല്ല. പിന്നെ ഇതിന്റെ 5 ഗിംബൽ ആക്സസ് അല്ലെ, ഇത് കുളിക്കാൻ നേരത്തെ അറിയാൻ പറ്റും. ഇതിന്റെ 5 ഗിംബൽ ആക്സസ്, അതായത് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റെബിലൈസേഷൻ ഉള്ള ക്യാമറയാണ്. അതായത് ഷെയ്ക്ക് ആവില്ല. ഗൈസ് നോക്ക്, ഈ സംഭവം ഷെയ്ക്ക് ആവില്ല. നമുക്ക് ഇങ്ങനെ ബ്ലോഗ് ചെയ്യാം. ഞങ്ങൾ 2 പർപ്പസ് ആണ്. അതായത് നമ്മുടെ ഈ പ്രാവശ്യത്തെ യൂറോപ്പ് യാത്രയും പിന്നെ അതുപോലെ തന്നെ വെബ് സീരീസ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ സംഭവം എടുത്തത്. ഇതിനിപ്പം പുതിയത് 290 290 ബോഡി മാത്രം. അത് വിൽക്കുന്ന വില 326. അതായത് പിന്നെ ഇത് വിൽക്കുന്ന വില ആ വിലയാണ്. പിന്നെ അത് FX3 എത്ര ഏട്ടാ? 320. 380 വരെ നമ്മുടെ ഒരാൾ പറഞ്ഞല്ലേ ലെൻസ്. ഗൈസ് നോക്കൂ, അപ്പം ഈ കാണുന്ന പിന്നെ ഇതിപ്പോ നമ്മൾ എടുത്താൽ ബേസിക്കാണ്. പുതിയത് എടുക്കുമ്പോൾ ഏതാണ്ട് നമുക്ക് 5 ലക്ഷം രൂപയ്ക്ക് മേളിൽ പോലെ 3 ലെൻസും കൂടെ അല്ലേ. അതുകൊണ്ട് ഇതിൽ പണി പഠിക്കുക എന്നുള്ളൊരു ഉദ്ദേശം. പണി പഠിച്ചിട്ട് നമുക്ക് പുതിയത് എടുക്കാം. പ്രോ സീരീസ് തന്നെയാണ്. ഇപ്പം ഇതിനൊന്നും ക്വാളിറ്റി കുറയുന്നില്ല, അറിയാനും ക്വാളിറ്റി ഒട്ടും കുറയുന്നില്ല. അതിന് ഷട്ടറോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മുടെ വീഡിയോ ക്യാമറ പർപ്പസ് തന്നെയല്ല ഉപയോഗിക്കുന്നത്. ഈ സംഭവം ഒന്നുമില്ല, സെയിം ക്വാളിറ്റി തന്നെ നമുക്ക് കിട്ടും. ഇത് എത്ര 1.5 വർഷം 2 വർഷമായി ഞങ്ങൾ ഈ ഒരു സാധനത്തിന് വേണ്ടി അലഞ്ഞ് തിരിഞ്ഞെടുക്കുന്നു. അവസാനം ഇവനാണ് ഞങ്ങളെ റസാക്കാനെ വഴി വിളിച്ചത്. അങ്ങനെ ഞങ്ങൾ ചേട്ടനായിട്ട് സംസാരിച്ചു. ഗൈസ് നോക്ക്, അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അങ്ങനെ എന്തായാലും സാധനം കിട്ടി. കേരളത്തിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല റേറ്റിൽ ഇവർ തരുകയും ചെയ്തു. ഗൈസ് നോക്കൂ, അതായത് കേരളത്തിൽ കിട്ടാൻ ഏറ്റവും നല്ല റേറ്റ് കിട്ടി. പിന്നെ ഒരു കേസുണ്ട്, ഇവരടുത്ത് നിങ്ങൾ ക്യാമറ മേടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കേരളത്തില് കണ്ണൂര് മുതല് കാസർഗോഡ് മുതല് അടുത്തുണ്ട് മാർത്താണ്ഡം വരെ ഇവർ ഷോറൂം ഉണ്ട്. പിന്നെ കേരളത്തിലെ ഒട്ടുമിക്ക എനിക്ക് തോന്നുന്നു 70% ക്യാമറമാരുടെ ക്യാമറകൾ സർവീസ് അതിന്റെ പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. ഞങ്ങൾ അന്വേഷിച്ചു, ഞങ്ങൾക്ക് അങ്ങനെയാണ് മനസ്സിലായത്. 30 വർഷമാണ്. എത്ര ഷോറൂം ഉണ്ട്? 17 ദുബൈയിലൊന്ന് 18 രൂപയുണ്ട്. അപ്പൊ ഇവിടുന്ന് നമുക്ക് നല്ല ഓഫറിലും പിന്നെ അതുപോലെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ബാക്കി സംഭവങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഇത് എടുത്തത്. പിന്നെ എന്തായാലും ഭയങ്കര സന്തോഷമാണ്. നമുക്ക് നമ്മുടെ തന്നെ സബ്സ്ക്രൈബേഴ്സ് കുറെ പേരോട് വന്നിട്ടുണ്ട്. ഹായ് ഗൈസ് നോക്ക്, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം എന്താ പറയാ, നമ്മുടെ പിന്നെ സാധനം കിട്ടിയിരിക്കുകയാണ് അല്ലേ. ഓക്കെ, താങ്ക് യു. ഞങ്ങളെ ഈ കാണുന്ന സംഭവത്തില് ഇതിൽ ലെൻസ് ഇല്ല, ബോഡി മാത്രമല്ല. അപ്പൊ ലെൻസ് ഇട്ടൊന്ന് ഉപയോഗിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ള സംഭവം. അതേ സമയത്ത് ഇത് കണ്ടോ, ഈ കാണുന്ന ഇവിടെ കുറേ ഇതെല്ലാം സെക്കൻഡ് ലെൻസുകളല്ലേ. സെക്കൻഡ് ലെൻസുകള് പിന്നെ ക്യാമറകള് അതുപോലുള്ള സംഭവങ്ങൾ എല്ലാ സംഭവം എന്ത് ചേട്ടാ ഇതായിരിക്കും. എത്ര രൂപ മുതൽ എത്ര വരെ ഉണ്ട്? ഒരു 15,000 രൂപ തൊട്ട് പറഞ്ഞ പോലെ 2.5 ലക്ഷം രൂപ വരെ. സെക്കൻഡ് 2.5 ലക്ഷത്തിന്റെ ഏതാ? ഓ ഗൈസ് നോക്കൂ, ഇതാണ് ഞങ്ങള് ആദ്യം സംസാരിച്ച ക്യാമറ. ഇതൊരു യൂണിറ്റ് ആയിട്ടാണ്, അതായത് ഒരു ഫുൾ സെറ്റ് ആണ് ഈ സാധനം. ഇത് സിനിമ ഷൂട്ട് ചെയ്യുന്ന സാധനമാണ്. ബ്ലാക്ക് മാറ്റ്. ഇത് ലില്ലിപുട്ടാണോ? ഗൈസ് നോക്കൂ ഈ സംഭവം. അതായത് ഇതിന്റെ അകത്ത് ഇത് സിസ്ക അല്ലേ, സിസ്ക പ്രോ ഔട്ട് കിട്ടുന്ന ബ്ലാക്ക് മാജിക്
സിസ്കെ പ്രോ എന്ന് പറഞ്ഞ സാധനമാണ് ഈ സാധനം. എത്രയായിട്ട് എന്നോട് പറഞ്ഞ 260. 260 ഈ കാണുന്ന ഫുൾ സംഭവം. പിന്നെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് സിനിമ പിടിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടായിട്ടല്ലേ. പക്ഷെ നമുക്ക് ഇത്ര ഇത് ഡാവിഞ്ചിക്കകത്ത് മാത്രം എഡിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തുകൊണ്ടാണ് ഡാവിഞ്ചി ആണ് ഇവർ പ്രിഫർ ചെയ്യുന്നത്, അതാണ് ഒരു മെയിൻ സംഭവം. പക്ഷെ പാനാസോണിക്കും ഇതിൽ തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിന് മറ്റേ സ്റ്റെബിലൈസേഷൻ ഇല്ലല്ലോ, ഇത് പക്ക ഫിലിം ക്യാമറ തന്നെ എപ്പോഴും വേണം. അതാണ് വ്യത്യാസം. അതുകൊണ്ടാണ് നമ്മൾ വേറെ കാര്യം അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ബ്ലാക്ക് മാജിക്. പിന്നെ ഇതിന്റെ ഫയൽ ഇച്ചിരി ടഫാണ്. നമുക്ക് ഇതെന്ന് വെച്ചാൽ 2 കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല, മറ്റേന്ന് വെച്ചാൽ നമുക്ക് 2 കാര്യത്തിന് ഉപയോഗിക്കാം. 2 കാര്യത്തിന് നമുക്ക് ഉപയോഗിക്കാം. ബ്ലോഗിങ്ങിനും ഉപയോഗിക്കാം, പിന്നെ അതേപോലെ തന്നെ സിനിമയ്ക്കും ഉപയോഗിക്കാം. ഇതാകുമ്പോ അങ്ങനെയല്ല, ഇത് പക്ക പ്രൊഫഷണലാണ്. പിന്നെ അതേപോലെ തന്നെ ഇവരുടെ അടുത്ത് പിന്നെ സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പ്, പിന്നെ അതേപോലെ തന്നെ ലൈറ്റുകള്, ട്രൈപോഡ്, പിന്നെ വേറൊരു കേസ് ഞാൻ പറയാം. കേരളത്തിലെ നമ്മളൊക്കെ ഇപ്പൊ ഡ്രോൺ മേടിക്കാൻ ദുബായിൽ നിന്നാണ്. അപ്പൊ ദുബായിൽ നിന്ന് നമുക്ക് സിംഗിൾ പീസായിട്ട് നമുക്ക് കൊണ്ടുവരുന്ന കുഴപ്പമില്ല. പക്ഷെ നമ്മളിവിടെ ഡ്രോൺ കിട്ടുന്ന അവൈലബിലിറ്റി വളരെ കുറവാണ്. ഇവരുടെ അടുത്ത് എവിടെയാ അവിടെ നോക്കിയേ, FPV കോംബോ അതായിരിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ലെൻസുകള് അപ്പുറത്തെ സൈഡാ. ഗൈസ് നോക്കൂ, അതായത് ഡ്രോൺ ഒക്കെ മേടിക്കേണ്ടവർക്ക് നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. ഹായ് ഗൈസ്, ഇപ്പം വരാട്ടോ. ഗൈസ് നോക്ക്, ഡ്രോൺ ഒക്കെ മേടിക്കേണ്ടവർക്ക് നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. ഇതുണ്ടോ ഈ കാണുന്ന ഫുള്ള് ഡ്രോണുകളാണ്. ഇഷ്ടം പോലെ ഡ്രോണുകളുണ്ട്. അതായത് പിന്നെ മിനി 3 പ്രോ, അതുപോലെ തന്നെ മിനി 2 SC, അതുപോലെ പ്രോ 4 പ്രോ. ഗൈസ് നോക്കൂ, അങ്ങനത്തെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. അത് നമുക്ക് എല്ലാ ഷോപ്പുകളിലും കിട്ടുന്ന കാര്യമല്ല കേട്ടോ. അത് ഇങ്ങനെ റെയർ ആയുള്ള ഷോപ്പുകളിൽ ഈ സാധനങ്ങളുള്ളൂ. അതാണ് ഒരു മെയിൻ കാര്യം. നിങ്ങളിപ്പം എങ്ങനെ നോക്കിയാലും അതെ മേലോട്ട് നോക്കാൻ വിന്റേജ് ഇരിക്കുന്നു. വിന്റേജ് ആണോ ഇത്? കളക്ഷൻ ആണോ അല്ലെ കൊടുക്കുന്നതാണോ? വിന്റേജ് കളക്ഷൻ ആട്ടോ ഈ കാണുന്നത്. അത്യാവശ്യം ആണോ? ഗൈസ് നോക്കുക, അതായത് അത്യാവശ്യം നല്ല കളക്ഷനുള്ള കടയാണ്. ഇനി നമ്മുടെ സാധനം കിട്ടി. ഇതിപ്പോ ഏതാട്ടോ ലെൻസ്? ഈ ലെൻസ് നമുക്ക് ഒരിക്കലും പിന്നെ പറ്റിയല്ല കേട്ടോ. ഇത് വെച്ച് ബ്ലോഗ് ചെയ്യാൻ പറ്റൂല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അല്ലേ, ഇതിപ്പം വീഡിയോ മോഡിലാണ് ഇട്ടാക്കുന്നത്. വീഡിയോ മോഡ് അല്ലേ? ഐഫോണിന്റെ സ്റ്റെബിലൈസേഷൻ കിട്ടും അല്ലേ? 2 ഇരട്ടി 5x ആണല്ലോ, പക്ക ജിംബല വർക്ക് ചെയ്യുന്നതാണ്. ഈ ഫോക്കസ് ഇവിടെ ടച്ച് തന്നെ ഇപ്പൊ തൊട്ടാൽ ഇല്ലല്ലോ. അല്ല ഇവിടെ ഇതിൽ വല്ലതും ചെയ്യണം. അല്ല, ഇത് സൂമിങ്, ഇത് ഫോക്കസിങ്. ഇല്ലടാ, ഞാനില്ലടാ, ഞാൻ ഈ കളിയിലില്ല. ഫോക്കസ് ആയാലും സൗണ്ട് വെക്കുന്നുള്ളൂ. ആണോ? അപ്പൊ ഇതിന് മറ്റേ വൈഡ് ആംഗിൾ ആണെങ്കിൽ മറ്റേത് 24 ഉള്ളൂ. 3 ലെൻസ് ഉണ്ട്. 3 ലെൻസ് ഉണ്ട്. നമ്മുടെ ഈ ക്യാമറയുടെ പെട്ടി ഫുള്ളുണ്ട് കേട്ടോ. അതായത് അവര് മേടിച്ച പോലെ സംഭവം. ഇതിനകത്ത് മോഡൽ എഴുതി വെച്ചിട്ടുണ്ട്, ലുമിനസ് S1H. പിന്നെ ഇത് ക്യാമറ, ഒരു ബാറ്ററി, ഒരു ചാർജറും. ഇതന്നെ ഏട്ടാ ഗൈസ് നോക്കൂ, അഡാപ്റ്ററും. അപ്പൊ നമുക്ക് ഇതിന്റെ അടുത്തിൽ 2 ബാറ്ററി മേടിക്കണം, ലെൻസും മേടിക്കണം. അപ്പൊ ആ ലെൻസും ഇതിന്റെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്കാ സന്തോഷ് ഹേ? പറഞ്ഞോ. ടൗൺ ആയതുകൊണ്ട് വാങ്ങിക്കാനൊക്കെ എത്ര അത് തൊട്ട് ഫ്രണ്ടിൽ അത് KSRTC അല്ലേ? 6 കിലോമീറ്റർ തൃശ്ശൂർ ആ റൗണ്ടിന്റെ തൊട്ടടുത്ത് അല്ലേ? സോറി, കോട്ടയം. നോക്ക്, കോട്ടയത്താണ്. അപ്പൊ ആ സംഭവം എന്നാലും നമ്മുടെ സംഭവമായി. ഇനിയിപ്പോ ഞങ്ങൾ ഇത് മേടിച്ച് പോവാണ്. എന്നാ ചേട്ടൻ ഇങ്ങോട്ട് തിരിഞ്ഞ് ഐശ്വര്യമായിട്ട് പറയൂ. പറഞ്ഞോ. നമ്മള് കാനന്റെ 1D Mark 4 എന്ന് പറയുന്ന ക്യാമറ 4.5 ലക്ഷം രൂപ വരുന്ന ക്യാമറയാണ്. നിങ്ങൾ വരുന്ന കാരണം ഞങ്ങൾ ചെറിയൊരു ക്യാമറയാണ് ഗീവ് വെക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ നിങ്ങൾ വരുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ 85 mm ബ്ലോക്ക് ലെൻസ് ആയിട്ട് ഒരു ഗീവ് അവേ അനൗൺസ് ചെയ്യാണ്. അപ്പൊ ഞങ്ങൾ എന്റെ വീഡിയോ നിങ്ങളൊന്ന് കൊളാബ് ചെയ്തിട്ട് അത് ഇതിനകത്ത് തന്നെ പറഞ്ഞു തന്നിട്ട് മറ്റേ ഇൻസ്റ്റാഗ്രാമിലല്ലേ കൊടുക്കുന്നത്. അതായത് ഈ കാണുന്ന ക്യാമറ ഇവര് ഗീവ് അവേ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഈ കാണുന്ന 4.25 ലക്ഷമുള്ള കാനോണിന്റെ പേരിനായിട്ട് 1DS എന്ന് പറഞ്ഞ ഈ ക്യാമറ ചേട്ടൻ ക്യാമറ സ്കാൻ ഗീവ് അവേ കൊടുക്കുവാണ്.
അപ്പം ഇതിന്റെ ഡീറ്റെയിലും സംഭവങ്ങളും ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പൊ റീൽസ് ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ നേരെ റീൽസിൽ പോവുക. എന്തൊക്കെയാണ് ഇവർ മാനദണ്ഡം പറയുന്നത് റീൽസിൽ വരുന്നാലേ അറിയത്തുള്ളൂ. അപ്പൊ ആ മാനദണ്ഡം നോക്കി നിങ്ങൾ സംഭവം നോക്കി കഴിഞ്ഞാല് ഭാഗ്യശാലിക്ക് ഈ കാണുന്ന ക്യാമറ കിട്ടും. അത് 4 ലക്ഷം രൂപയുടെ ക്യാമറ അല്ലേ? ക്യാമറ വിത്ത് 85 mm 40,000 രൂപയുടെ ലെൻസാണ്. ഈ ലെൻസ് കൂട്ടിയാ ഈ ലെൻസ് 43,000 വിലയുള്ള ഈ ഇത് ഫോട്ടോയ്ക്ക് വേണ്ടിയുള്ള ഇതാണോ? ഫോട്ടോയ്ക്ക് വേണ്ടിയുള്ള കാനോണിന്റെ ഈ ക്യാമറ ഗീവ് ചേട്ടൻ കൊടുക്കുന്നതാണ്. വളരെ സന്തോഷകരമായ കാര്യം. സാധനം ഓൺ ആവും. ഈ ഫാൻസും സംഭവങ്ങളൊക്കെ ഉണ്ട്. മിഷൻ ഗണ്ണ് പോലെ അടിക്കുന്ന ചേട്ടൻ പറയുന്ന കേട്ടോ. അതേപോലെ തന്നെ അടിക്കുന്നുണ്ട്. മേഡ് ഇൻ ജപ്പാൻ. ഗൈസ് നോക്കും, മേഡ് ഇൻ ജപ്പാൻ സാധനമാണ്. അതെന്തായാലും കളിക്കാൻ സാധിക്കും. അതിവിടെ കൗണ്ടർ എന്തായാലും ഈ സാധനം ഒരു ഭാഗ്യശാലി കിട്ടുന്നത് ഞാൻ പിന്നെ ആഗ്രഹിക്കുന്നു. കാരണം കുറെ ആൾക്കാർ ആഗ്രഹിക്കുന്ന സംഭവമാണ് ക്യാമറ. ക്യാമറ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു വലിയ സംഭവമാണ് ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? ഗൈസ് നോക്കൂ, ഇപ്പം അതിന്റെ ഒരു സമയമാണ്. അപ്പൊ ഇത് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് കിട്ടുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതിന്റെ സംഭവം ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമില് റീൽസ് ആയിട്ട് ഈ ബുൾജെറ്റിൽ ഇട്ടിട്ടുണ്ടാവും. ചേട്ടൻ തന്നെ എടുത്തിട്ട് ചേട്ടൻ തന്നെ സന്തോഷിക്കാട്ടോ. കൊള്ളാം ഗംഭീരം. ഗൈസ് നോക്ക്, ചേട്ടൻ ആ ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത് നോക്കുവാണ്. അപ്പൊ ചേട്ടൻ എനിക്ക് 2-3 ദിവസത്തിനുള്ളിൽ മറ്റേ വൈഡ് ലെൻസ് സെറ്റ് ചെയ്ത് തരാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ലെൻസും കൂടെ കിട്ടിക്കഴിഞ്ഞ പരിപാടി ഇതിന് തന്നെ നല്ല സെറ്റപ്പ് ഉണ്ട്. ഞാനിത് എടുക്കാനുള്ള കാരണം റെന്റിന് പോയില്ലേ, റെന്റിന് പോയപ്പോ പുള്ളിക്കാരൻ ചേട്ടാ ക്യാമറ ഒന്ന് എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അത് ഇനി കുലുക്കിക്കോട്ടെ എന്ന് ചോദിച്ചു. അയാളുടെ മനസ്സ് പോയ പോക്കാണ്. അല്ല, ഇതിന് അത്യാവശ്യം ഗോപ്രോയുടെ അത്ര സ്റ്റെബിലൈസേഷൻ കിട്ടും കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 90% കിട്ടും ഗോപ്രോയുടെ. അതിൽ 90% സ്റ്റെബിലൈസേഷൻ കാര്യമുണ്ട്. ഇതിന്റെ കളറിങ് നമുക്കത് മറ്റേ ലോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കളർ ചെയ്യാം. കളർ ചെയ്തിട്ടല്ല പക്കയായിട്ട് ഷൂട്ടിങ്. ഈ ബഡ്ജറ്റ് കിട്ടാവുന്ന നെറ്റ്ഫ്ലിക്സ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏക ക്യാമറ ആണ് ഈ ക്യാമറ. ഇല്ലല്ല, നല്ല അത്യാവശ്യം സ്റ്റെബിലൈസേഷൻ ഉണ്ട് ഒരു സംഭവത്തിന്. ഗൈസ് നോക്കൂ. അപ്പം ഇനി അടുത്ത കേസ് നമുക്ക് ഇവിടെ മുതൽ തുടങ്ങാം. ഇത് പണ്ടുകാലത്ത് നമ്മുടെ പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ പണ്ട് കാലത്തുണ്ടല്ലോ മറ്റേ ആദർവാന കല്യാണമൊക്കെ പഠിക്കാൻ വേണ്ടി ഒരു സാധനം ഇതാണ്. അതെ, ആ സംഭവമാണ് ഈ സംഭവം. ഇതിപ്പം കൊടുക്കാനുള്ള ഇത് ഏത് മോഡലാ? ഇത് UX90 എന്ന് പറയുന്ന മോഡലാണ്. ലൈവ് ഒക്കെ പോകാൻ വേണ്ടി AC20 ഉണ്ട്. ഇത് എത്ര രൂപ? ഇതൊക്കെ പുതിയ പീസാണ്. 1 lakh അറേഞ്ച്. ഇത് പുതിയ പീസാണ്. ഇത് ചെറിയ പീസ്. നിങ്ങൾ കണ്ടിട്ടില്ല കല്യാണം അതുപോലെ സംഭവങ്ങളൊക്കെ. പിന്നെ ഇപ്പോഴും ചാനലുകാർ ചില പേരൊക്കെ ഏഷ്യാനെറ്റിന്റെ കയ്യിലൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് ഈ സാധനം അല്ലടാ ഇവനെ ഇപ്പോഴും ഉണ്ട്. അവരൊക്കെ ഇതിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇതിനൊക്കെ എത്ര? ഇതൊക്കെ 40,000. 110. ഇത് പുതിയ മോഡൽ. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇപ്പോഴും ഇത് നോർത്ത് ഇന്ത്യയിലോട്ട് പോകണം ഭയങ്കര ഡിമാൻഡാ. അതായത് നമ്മള് നോർത്ത് ഇന്ത്യയിലൊക്കെ ഇതും കൊണ്ട് പോയിട്ട് നമ്മളൊരു സംഭവം എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് എന്ത് സഹായം ചെയ്തു തരും അല്ലേ? ഇത് പിടിച്ചോണ്ട് നടന്നാൽ മതി. ഇനിയിപ്പോ അടുത്ത കേസ് പറയാം. അതായത് ഇത് കണ്ടോ, ഈ കാണുന്ന ലെൻസിന്റെ ഒരു കുമിനിയ ശേഖരമാണ്. ഇത് ജി മാസ്റ്റർ. ഇത് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയുള്ള വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയുള്ള സാധനം. ഇത് സെക്കൻഡോ പുതിയതോ? ഇത് ഒരു 3 മാസമായിട്ട്. 3 മാസം പഴക്കമുള്ള സാധനം. എത്ര രൂപയ്ക്ക് കൊടുക്കുന്നു? ഇത് ഒരു 40,000 കുറച്ച് കൊടുക്കും. 40,000 രൂപ പുതിയതിന് 40,000 രൂപ കുറച്ച് കൊടുക്കും. ഇതോ? ഇത് പോലെ ഞാൻ കുറച്ച് കൊടുക്കും. ഇത് 90,000 രൂപ ലെൻസാണ്. 40,000 രൂപ കൊടുക്കും. 40,000 രൂപ. 156. നമുക്ക് കേരളത്തിൽ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ക്യാമറ കളക്ഷൻ ഉള്ള ഇവരുടെ അടുത്താണ്. കാരണം ഇവർക്ക് ഇത്രയും ഷോപ്പ് സംഭവം. പിന്നെ ഏറ്റവും ചെറിയ പൈസക്ക് നിങ്ങൾക്ക് കിട്ടാനുള്ള ഓപ്ഷനും. പിന്നെ വേറെ ഏത് ക്യാമറ എടുത്താലും ഇവരുടെ അടുത്ത് വന്നിട്ട് കുടുങ്ങണ്ട. കാരണം ഇവർക്ക് സർവീസ് ഉള്ള കാരണം എങ്ങനെയും ഊരി അല്ലേ? അതൊരു യാഥാർത്ഥ്യ സംഭവമാണ്. അതല്ലേ വേറെ കേസുണ്ട്. ഞാനിപ്പോ എന്റെ ഡിജയുടെ മൈക്കില് അത് ആകെ പെട്ട് നിൽക്കുകയാണ്. അതിന് ഞാൻ പിന്നെ ഇവിടെ ഡൽഹിയിൽ അയച്ചു കൊടുത്തിട്ട് നോക്കിയൊക്കെ ഇരിക്കണം. അപ്പം ഞാൻ ചേട്ടനോട് ചോദിച്ചു പറഞ്ഞു ചേട്ടനും പരമാവധി ശ്രമിക്കാൻ തുടങ്ങി. അപ്പൊ ചേട്ടൻ്റെ അടുത്ത് അയച്ചു കൊടുക്കണം. ഈ കാണുന്ന നിക്കോണിന്റെ ഒരു കിഡിലൻ ക്യാമറ. ഇതിന്റെ പേരെന്നായിട്ടാ? ബ്ലോഗിംഗ് ക്യാമറ. ഇസെറ്റ് ബ്ലോഗിംഗ് വേണ്ടി സെറ്റ്. ഗൈസ് നോക്കൂ, ഇതിന് എത്ര രൂപ? എല്ലാം അടിയില്ല. ഗൈസ് ഇത് 40 രൂപ അല്ലേ? ആ സാധനത്തിന് 40,000 രൂപ. ഇനി ഇതാണ് നമ്മള് വീഡിയോയില് ഗീവവേ പറഞ്ഞ സാധനം. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ സാധനം ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി മാത്രമുള്ള സംഭവമാണ്. ഇത് കിട്ടുന്നവർ അടിച്ചു പൊളിച്ചാനെ അല്ലേ? കിട്ടുന്നവരുടെ ഭാഗ്യല്ലേ. 4 ലക്ഷം രൂപ വിത്ത് ലെൻസ്. എല്ലാവർക്കും നമ്മുടെ പേര് എഴുതിടാൻ പറ്റുമായിരുന്നല്ലോ. നിക്കോണിന്റെ 200D വിത്ത് ലെൻസ് 22,000 രൂപ. വിത്ത് ലെൻസ് 22,000 രൂപ. പിന്നെ ചേട്ടാ അതിന്റെ പുതിയ എന്ത് വിലയുണ്ട്? ഈ ക്യാമറയാണ് ചേട്ടൻ എന്നോട് ഇതല്ല ചേട്ടാ, അത് ഇതല്ല അതിന്റെ പുതിയൊരു ക്യാമറ. ഈ കാണുന്ന ക്യാമറ കാനോണിന്റെ EOS 5D SR എന്ന് പറഞ്ഞ ക്യാമറയാണ്. ഈ ക്യാമറ പിന്നെ പുതിയ എത്ര 2000 ഷട്ടറോ? 2000 ഷട്ടർ അടിച്ചു. ആകെ 2000 ഷട്ടർ അടിച്ച് ഈ ക്യാമറ. ഇതിന്റെ പുതിയ വില എത്രയാന്ന് ആ ചേട്ടനോട് തന്നെ ചോദിക്കണം. എത്ര? 260 ക്യാമറ. ഇത് എത്രയ്ക്കാ കൊടുക്കുന്നത്?
85,000 രൂപയ്ക്ക് 2,60,000 രൂപയുടെ ഈ ക്യാമറ 85,000 രൂപ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി മാത്രമുള്ള സാധനമാണ്. ഇനി അടുത്തത് ഡ്രോൺ FPV, അതായത് നമ്മൾ കണ്ണേ വെച്ചിട്ട് അതാണോ ഈ കാണുന്നതാണ് അതിന്റെ വെർച്വൽ ഗ്ലാസ്. ഈ കാണുന്ന ഗ്ലാസ് കണ്ണേലിട്ടിട്ട് ഇപ്പൊ ഞാൻ ആരായി എനിക്കൊന്നും കാണത്തില്ല. കാണത്തില്ലല്ലോ ഏട്ടാ, കണ്ടോ ഇപ്പൊ ഞാനൊരു വേറെ ലോകത്താണ്. ഈ കാണുന്നതാണ് FPV ഡ്രോൺ. ആണോ എന്റെ കഷണ്ടി എല്ലാരും കണ്ടല്ലോ. എന്തിയെ ഓണോ ഗൈസ് നോക്ക്, ചേട്ടനൊക്കെ ഓണാക്കി തോന്നുന്നു. ഇതുവരെ ഒന്നും വന്നില്ല. ആണോ ഗൈസ് നോക്കി, ഇതാണ് FPV ഡ്രോൺ എന്ന് പറഞ്ഞ ഡ്രോൺ. 50 കിലോമീറ്റർ സ്പീഡിൽ പറപ്പിക്കാം. 50 കിലോമീറ്റർ പറപ്പിക്കാവുന്ന ഡിജയുടെ FPV ഡ്രോൺ ആണ്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. വീഡിയോയിലൊക്കെ കണ്ടോ ഇതിന്റെ ഗിംബൽ ആക്സസ് നോക്കിയേ. ഇതിന് എത്ര റേറ്റ്? ഇതിന് 1.25 സെക്കൻഡിന്. പുതിയ എന്നാ വിലയുണ്ട്? ഇത് പുത്തൻ പീസാ, പുത്തൻ പീസ് 4 മാസമായിട്ടുള്ളൂ. ഈ FPV എന്നൊക്കെ പറഞ്ഞാൽ യൂസ് വരുമ്പോ തന്നെ മൊത്തം ഇടിച്ചിട്ട് ആൾക്കാർ കൊടുക്കാറുള്ളൂ. പക്ഷെ ഇതൊന്നും ഇല്ലല്ലോ, ഒരു സ്ക്രാച്ച് പോലും പക്ഷെ ഇത് എത്ര ഗ്രാമോ? അത് 1.25 കിലോ ഉണ്ട്. ഇതൊരിക്കലും നമ്മളെപ്പോലുള്ളവർക്ക് പറ്റിയതല്ല. ലൈസൻസ് എടുക്കാൻ പറ്റും. നമ്മുടെ എറണാകുളത്ത് ഡ്രോണൈസേഷൻ അങ്ങനെ പറഞ്ഞ സ്കൂളുകളുണ്ട്. ഇതിന് നമുക്ക് ലൈസൻസ് എടുക്കണം. രണ്ടാമത്തെ കേസ്, ഇത് ഒരു രാജ്യത്ത് നിന്ന് ഒരു രാജ്യത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് പിടിക്കും. നമുക്ക് 248 ഗ്രാമത്തിൽ താഴെയുള്ള മാവിക്ക് പോലുള്ള സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം ബ്ലോഗേഴ്സിന്. പക്ഷെ ഇത് വേറെ കാര്യമുണ്ട്, കല്യാണം അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യുന്നവർക്ക് നല്ല ഇതാണ്. ഇത് ഹൈ സ്പീഡ് ഫോട്ടോഗ്രാഫിക്ക് വീഡിയോഗ്രാഫിക്ക് ഇതൊക്കെ വേണ്ടവര് ഇത് ഞാൻ താഴെ കാണിക്കുന്ന ഇവരുടെ നമ്പർ വിളിച്ചാൽ മതി. ഈ സാധനം കിട്ടും. ഓടിക്കാൻ ഒരു സ്കില്ല് വേണം. ഇതല്ലേ ഞങ്ങളൊരു സ്കില്ല് കാണിച്ച് ഏത് പുഴയിലെ നമ്മൾ ഒഴുക്കിയത് ഇവിടെ സിക്കിമിൽ ഞങ്ങളൊക്കെ ഒഴുക്കിയതാണ്. ഇതാണ് A7 III അല്ലേ, സോണി A7 III ആണ് ഈ റിഗ് ഉള്ളതുകൊണ്ടാണ് ഇതിന് ഇത്ര വലിപ്പം തോന്നുന്നതെന്നാണ് അല്ലേ? ഇതിന് എത്ര രൂപ? എല്ലാ അടിയും നോക്കണം. ഇല്ല ഇതിനടിയില്ല, 68 രൂപ. നോക്കി ഇവിടെ ഇഷ്ടംപോലെ ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ക്യാമറ ഉണ്ട് കേട്ടോ. കംപ്ലീറ്റ് സാധനം എല്ലാം ഫുൾ ലെൻസ് ക്യാമറയിലെല്ലാം കംപ്ലീറ്റ് സാധനം ഉണ്ട്. ഇവരുടെ സമയം കളയുന്നില്ല വെറുതെ. അപ്പൊ എന്ത് സാധനം വേണമെങ്കിലും ക്യാമറ സ്കാനിൽ കോൺടാക്ട്. അതെ, ചേട്ടൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റാമിൽ കീച്ചു വിടുന്നുണ്ട്. അത് തന്നെ കണ്ടാൽ മതി. ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റാമിലുണ്ട്. കഴിഞ്ഞ ദിവസം ചേട്ടൻ്റെ വിഷമകരമായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. കേരളത്തിൽ ഇത്രയും കടകളുണ്ട്, അവിടെ എല്ലാവരും ഈ വേലയ്ക്കാണ് കീച്ചുന്നത്. എന്നാൽ ഞാനും ഇനിയും കുറയ്ക്കുന്നില്ല, ഞാനും കീച്ചോന്ന് പറഞ്ഞ കണ്ടായിരുന്നു. അപ്പം ഈ കാണുന്ന ഇത്രയും ഇത് ചേട്ടാ ഇത് സെക്കൻഡ് ഹാൻഡിന്റെ അല്ലേ? പുതിയതിന്റെ തൊട്ടപ്പുറം നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഇതാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ സാധനം ഇതിന്റെ തന്നെ പുതിയ കൊട്ടേഷൻ എടുത്ത് ഇവിടെയാണ് കുറവ്, 4,000 രൂപയുടെ കുറവ് പറഞ്ഞൂടെ അല്ലേ? ഗൈസ് ഞങ്ങൾ കേരളത്തിൽ എല്ലായിടത്തും ഇതിന്റെ പുതിയ കൊട്ടേഷൻ എടുത്ത് ഏകദേശം 4,000 രൂപയുടെ കുറവ് ഇവിടെ ഞങ്ങൾ കണ്ടായിരുന്നു. എന്ത് ചേട്ടാ ഇതിന്റെ അകത്ത് ഞങ്ങളുടെ ക്യാമറ മുങ്ങിപ്പോയോ? എന്ത് ഞങ്ങളുടെ ക്യാമറ അവിടെ ഉണ്ട്. ഗൈസ് നോക്കും, ഇനി ഞങ്ങൾ അതിലാട്ടോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ അതിന്റെ മൈക്കും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ചേട്ടാ എന്റെ മറ്റേ ബാഗ് തരാമോ? ഞാനൊരു ബാഗ് തന്നായിരുന്നു, അതിൻ്റെ അകത്ത് എന്റെ ഒരു മൈക്കുണ്ട്. ആ മൈക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഓക്കെ ആയി. ഇനിയിപ്പോൾ ഇതിലാണ് ഞങ്ങൾ ബ്ലോഗ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയാവും അറിയില്ല, ഇന്ന് മുതലേ ഉണ്ടാവുമായിരിക്കും. ക്യാമറ മര്യാദയ്ക്ക് പിടിക്കട ഷെയ്ക്ക് ആവുന്ന തല കിടക്കുന്നത് അല്ലേ? ഈ കാണുന്ന എന്റെ സെനൈസറിന്റെ മൈക്കാണ്. ഇത് നേരെ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നു. നല്ല വോയിസ് കിട്ടും കേട്ടോ. അപ്പൊ വോയിസും സംഭവങ്ങളും ഏതാണ്ട് ഒരു 1.5 വർഷം പഴക്കമുള്ള സാധനമാണ്. ആ സാധനം എന്റെ കേബിള് മാത്രം. പക്ഷെ അതിനെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. 1.5 വർഷം പഴക്കമുള്ള 2 ഉപയോഗിച്ചിട്ടുള്ളൂ. ഞങ്ങൾ നിർത്തി കേട്ടോ. അത് ഇനി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കിഡിലും വോക്കൽ അതിന്റെ അകത്ത് കിട്ടുന്നതായിരിക്കും അല്ലേ? ഇതിങ്ങനെയാ വരണ്ടേ? ഫ്രണ്ട് ഇവിടെയാണ്. ഫ്രണ്ട് ഇതല്ലേ? ആണോ? അങ്ങനെ നമ്മൾ നേരെ തിരിച്ചല്ലേ ഇത്ര നമ്മൾ ഉപയോഗിച്ചെടുത്തത്. ഇതിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇക്കൊന്നും ഉണ്ടായിരിക്കുന്നത് ആദ്യ ഫോട്ടോ നിങ്ങൾ നിങ്ങൾക്ക് നല്ല ഐശ്വര്യ. ഇതിന് ഫോട്ടോയും എടുക്കാം, വീഡിയോ എടുക്കാം. അതെങ്ങനെ ചേഞ്ച് ചെയ്യുന്നത്? വീഡിയോ ഇവിടെ. ഇത് വീഡിയോ ഇത് കണ്ടോ? ആരെ ഇടിച്ചേ? സോറി കേട്ടോ. ഇത് കണ്ടോ? ഇത് വീഡിയോ റെക്കോർഡിങ്ങും ഇത് ഫോട്ടോ പിന്നെ ചെയ്യുന്നതാണ്. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചിരിക്കാനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും അതെ. ഇതിന് എടുക്കുന്ന എവിടെയാട്ടോ ഇത്? ഇതാ അത് നമുക്ക് വീട്ടിൽ പഠിക്കാൻ വേണ്ടി റെക്കോർഡ് ചെയ്തല്ലേ എടുത്ത ഫോട്ടോ കാണുന്നത്. ഇതിലും വൈഡുള്ളതുണ്ടെന്നല്ലേ 20. അതിനാകുമ്പോ ഇതിലും കിട്ടും അല്ലേ? 60 വൈഡും കിട്ടും. നിങ്ങളുടെ വ്ലോഗ് ചെയ്യാൻ പറ്റിയ ലെൻസാണ് അല്ലേ? അത് ചേട്ടനൊന്ന് പറയണേ. ഇന്ന് പോയിട്ട് വിളിക്കാം. ഇങ്ങനെ പുള്ളി കൊടുത്ത് ഇത് പോയിട്ട് വരാം. ഗൈസ് ആ ക്യാമറയിൽ എടുത്തതിന്റെ ബാക്കിയാണ് ഈ ക്യാമറയിൽ. ഗൈസ് നോക്കൂ,
ക്യാമറ ഞാൻ കുറച്ചേരം ബാറ്ററി കൂടി കൈ പിടിച്ചിട്ട് ചട ചെയ്യണ്ട, ഒരു മുൻകരുതലായിരിക്കോട്ടെ. ദൈവം പിടിച്ചാക്കുന്നുണ്ടോ, കുഞ്ഞു കൊച്ചിനെ പിടിച്ചാക്കുന്ന പോലെ സൂക്ഷിച്ചു നോക്കാട്ടോ അല്ലേ. എത്ര വർഷം ഞാൻ ഇതിന്റെ സ്റ്റോറി എടുത്തിട്ട് ഇതിന്റെ FX3 ഗൈസ് നോക്കൂ. കാക്ക അതിന്റെ ഇടയ്ക്ക് ഒരു മൈക്ക് മേടിച്ചു. കാക്കയ്ക്ക് നല്ലൊരു മൈക്കാട്ടെ. ഗൈസ് നോക്കൂ, ഈ കാണുന്ന മൈക്ക് നല്ല മൈക്കാട്ടെ. എനിക്ക് പേഴ്സണലി നല്ല അഭിപ്രായമുള്ള ഒരു മൈക്കാണ് ഈ മൈക്ക്. ഇത് എന്തായാലും നല്ലൊരു റിസൾട്ട് കിട്ടും കാക്കയ്ക്ക്. ഈ ലാൻഡ്സ്കേയുടെ സാധനം ഭയങ്കര രാശി കേട്ടോ. ഭയങ്കര രാശി എന്ന് വെച്ചാൽ ഒട്ടുക്കത്തെ രാശിയുള്ള സാധനം അല്ലേ. ചേട്ടൻ നിന്ന മറ്റേ ഇത് ഇതിന്റെ അകത്തുണ്ട്, അതായത് ക്യാമറ സംഭവങ്ങളൊക്കെ. ഞങ്ങളിനി സാധനത്തിനുണ്ടല്ലോ ഇവിടെ പറഞ്ഞാല് ഇപ്പൊ സായിപ്പന്മാരൊക്കെ ഒന്നും ചെയ്യണ്ടല്ലോ 50,000 60,000 കൊടുക്കേണ്ടി വരും മേടിക്കുന്നുണ്ടോ പറഞ്ഞത്. നമ്മൾ എന്തായാലും നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. നമ്മൾ ആലപ്പുഴ MC വഴിയല്ലേ പോകുന്നത്. നോക്കൂ, ഞങ്ങളിപ്പോൾ വെട്ടിത്തുരുത്താണ്. ഞങ്ങൾ ചങ്ങനാശ്ശേരി, ബോട്ടിയെട്ടി, അതുപോലെ തന്നെ നമ്മുടെ അഞ്ചുവിളക്ക്, പിന്നെ അതുപോലെ സ്പടിയെ ഷൂട്ട് ചെയ്ത് അവിടെയൊക്കെ പോയി ഞങ്ങൾ അവിടെ ക്യാമറ വെക്കണം വിചാരിച്ച് അവിടെ ഷൂട്ട് ചെയ്താണ്. പക്ഷേ മൈക്ക് പിടിച്ചില്ല, പണി പാളിപ്പോയി കേട്ടോ. സാരമില്ല, അടുത്തത് ശരിയാക്കാം അല്ലേ. ഗൈസ് നോക്കൂ, ഞങ്ങളിപ്പോൾ ഉള്ളത് വെട്ടിത്തുരുത്ത് ഭാഗത്താണ്. ഇവിടെ നിന്ന് നേരെ വന്ന് നമ്മുടെ കസിൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു വശത്തോട്ട് ഞങ്ങൾ വണ്ടി ഓടിച്ചു പോകാനുള്ള ഒരു തന്ത്രപ്പാടിലാണ്. ഇതുണ്ടോ, കുറേ ക്ലിപ്പ് പോയല്ലോടാ ലിബി. പോയി ഗൈസ്. പോണ റൂട്ട് ഗംഭീര റൂട്ടാട്ടോ. നമ്മള് നല്ല കിടിലം വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തതാണ്. സംഭവം റെക്കോർഡായില്ല അല്ലേക്കാ. എന്ത് രസമാന്ന് നോക്കിയാ പോകുന്ന സ്ഥലം. ഇനി നമ്മൾ നേരെ ചെല്ലുന്ന എങ്ങോട്ടെന്ന് അറിയിക്കാ. മറ്റേ ഇത് കണ്ടോ, അവിടെ ഒരു ഇതാ കായല് പോലെയാ ഒരു സെറ്റപ്പിലേക്ക് നമ്മൾ. ഞാൻ ഇതിലൊക്കെ എന്തോരം കുളിച്ചിട്ടുണ്ടെന്നറിയാവോ. ഇവിടെയൊക്കെ ഞാൻ എന്തോരം കുളിച്ചിട്ടുണ്ടെന്നറിയാവോ ഗൈസ്. ഞാൻ ചങ്ങനാശ്ശേരിയില് ഒരു ചന്ത ആ ഭാഗത്തൊക്കെ ഞാൻ കുറെ പണിയെടുത്തിട്ടുള്ളതാണ്. ചന്തയല്ല, അതിന്റെ അപ്പുറത്തെ കടയില്. ഇത് തന്നെ. ഇവിടെയൊക്കെ തോട് ക്ലിയർ ആട്ടോ അല്ലേ. നേരെ പോട്ടെ പോവാൻ പറ്റുന്ന വരെ പോവാം. ചോദിച്ചു നോക്കാം. അവിടെ ഒരു വണ്ടി പോകുന്നല്ലേ ആൾക്കാർ. ഏരിയ കിഡിലിന് ഏരിയ കേട്ടോ. ഇവിടെയൊക്കെ ഞാൻ എന്തോരം കുളിച്ച് നടന്നുള്ള സ്ഥലമാണെന്നറിയാവോ. കിഡിലും സെറ്റപ്പാണ്. ലൈറ്റ് പോയി, നല്ല ഭാഗ്യം നമുക്ക്. അതുകൊണ്ട് കറക്റ്റ് ലൈറ്റ് പോയി. എന്ത് രസമായിക്കാം. ഫീലിംഗ് ഈസ് ഗുഡ്. ഉറപ്പാന്നോടാ. ഞാൻ S1 എന്തോ ഒരു വീഡിയോ എടുത്തറിയോ. ഞാൻ ഈ കേബിൾ കുത്തി മൈക്ക് കുത്തി വീഡിയോ എടുത്തപ്പോൾ എൻ്റെ വീഡിയോ പോയി ഗായ്സ്. എനിക്കതിൻ്റെ നല്ല വിഷമമുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, പോയി. ഇവിടെയൊക്കെ ഫുള്ള് വാഴ വന്നോ. ഇവിടെ നേരത്തെ ഇങ്ങനൊന്നും അല്ലായിരുന്നു അല്ലേ. ഗൈസ് ഇത് കറക്റ്റ് പറയാനാ ചങ്ങനാശ്ശേരി വെട്ടിത്തുരുത്ത് അല്ലേ ചേട്ടാ. ഗൈസ് ചങ്ങനാശ്ശേരി വെട്ടിത്തുരുത്താട്ടോ. ഇത് ഫൈനലി എത്തി കേട്ടോ. എന്തൊരു രസമാന്ന് നോക്കിയേ. എന്റെ പൊന്നെ, തീർ സ്ഥലം. കുരിശല്ല ഗൈസ്. എന്നെ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ മൈക്കിന് ഇത് കുത്താൻ മറന്നു കേട്ടോ. ഞാൻ ചേട്ടന്മാരെ നേരത്തെ വീഡിയോ പരിചയപ്പെടുത്തി ഒന്നും കൂടെ പറയാം. അതിന് വോയിസ് ഇല്ല. പേരെന്നാ? ജോമോൻ ചേട്ടൻ. ചേട്ടൻ ഒരു രാജ് ചേട്ടൻ. ഞങ്ങൾ അങ്ങ് മറ്റേ ഇവിടെ നമ്മുടെ അഞ്ചുവിളക്കിലും അവിടെയൊക്കെ പോയി നമ്മൾ തകർത്ത് വീഡിയോ എടുത്താട്ടോ. എല്ലാ വീഡിയോയും ഒരു ദിവസം പോലും ഇല്ലാതെ ഒരു ഫാമിലി ആയിട്ട് കാണും അല്ലേ. ഗൈസ് ഞങ്ങൾ അവിടെ വന്നപ്പോഴേ അല്ലേ. ഗൈസ് ഈ കാണുന്ന ഇത് മോട്ടോർ വരയാട്ടോ. ഇത് മോട്ടോർ വരയാണ്. മോട്ടോർ വര വെള്ളം കേറുന്ന സമയത്ത് പുറത്തോട്ടിടും. അതെ, അതേപോലെ തന്നെ വെള്ളം ഇറങ്ങുന്ന സമയത്ത് അടിച്ച് ഉള്ളിലോട്ട് കയറ്റും അല്ലേ. ഗൈസ് ഇനിയും അവിടെ വീഡിയോ എടുക്കാൻ പറ്റുന്ന അറിയില്ല. കസിൻസിന്റെ അടുത്തോട്ടാ പോകുന്നത്. ഇതാ മീൻ പിടിക്കുന്നത്. ഇതാ മീൻ പിടിക്കുന്നത്. ഇതേ മീൻ പിടിക്കുന്നു. അതുണ്ടോ വലയിട്ടാക്കുന്നുണ്ടല്ലേ. എന്ത് രസമാന്ന് നോക്കിയാ കാണാൻ വേണ്ടി. നല്ല രസമാ ഇല്ലേ, സെറ്റപ്പില്ലേ. വയലൊക്കെ നിൽക്കുന്ന ഇപ്പൊ നോക്കിയേ ഗൈസ്. എന്തായാലും ഞങ്ങൾ നേരെ പോവാട്ടോ. താറാവ് വാവ്. ഗൈസ് ഇനി നേരെ ഇവിടുന്ന് കുറച്ച് നടക്കാണ്ട്. ശരി, ഞാൻ മൈക്ക് കുത്തിയപ്പോൾ അത് കറക്റ്റ് നോക്കണ്ടായിരുന്നു. ഞാൻ അല്ലാതെ പറഞ്ഞു കെട്ടി, പക്ഷെ പറയാൻ പറഞ്ഞു. എന്തായാലും കിട്ടിയില്ലല്ലോ. ഇപ്പം തന്നെ നോക്കിയത് നന്നായി അല്ലേ. എന്നാണ് ഞങ്ങളുടെ കസിൻസിന്റെ വീട്. ഇവിടെ ഈ കാണുന്ന 2 വീടാണ് അവരുടെ വീട്. അവരുടെ കൃഷികളും സംഭവങ്ങളൊക്കെ ആട്ടെ കാണുന്നത്. ഇത് കണ്ടോ എന്ത് രസമാണെന്നറിയാം. ഇവിടെയൊക്കെ ഞാൻ പാപ്പന്റെ കൂട്ടത്തിലൊക്കെ പരിപാടിക്ക് പോയിട്ടുണ്ട്. ലിബിനും നിന്നിട്ടുണ്ടല്ലോ. നെല്ല് അപ്പനിവിടെ വരും. പിന്നെ അതേപോലെ ഇത് പയറാ. ഇത് പറയാ. അത് തന്നെ. ഇവിടുത്തെ പ്രത്യേകത എന്നറിയോ, ഇവിടുന്ന് മീനെ പിടിച്ചാലും പയറുണ്ടാക്കി അതെല്ലാം ചന്തയിൽ ലൈവിൽ വിറ്റ് കളയാം. അത് ചന്തയാ, മനസ്സിലായോ? ഗൈസ് എന്ത് രസം എന്നറിയാം. നല്ല രസം കേട്ടോ. ഗൈസ് ഇതിലെ ബോട്ടൊക്കെ പോയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജി ഉള്ള ഏരിയ ആണ് ഈ പിന്നെ ചങ്ങനാശ്ശേരി വെട്ടിത്തുരുത്തൊക്കെ. എന്ത് ഇതല്ലേ എന്ത് രസം നോക്കിയേ.
ഗൈസ് നോക്കൂ, ഇത് സത്യം പറഞ്ഞ നേരെ പോകുന്ന ചേട്ടാ ആലപ്പുഴയല്ലേ ചേട്ടാ അല്ലേ? ആലപ്പുഴ ചെന്ന് ഇത് പിന്നെ ജോയിൻ ചെയ്തു കേട്ടോ. ഇപ്പം ബോട്ടില്ല. പക്ഷെ ഇവിടെയൊക്കെ ക്ലിയർ ആക്കിയല്ലോ. അങ്ങോട്ട് തന്നെ ക്ലിയർ ആക്കത്തെ ആണോ? അപ്പം ബോട്ട് വരും. ആ സമയത്ത് ബോട്ട് വരും കേട്ടോ. ഈ കാണുന്നതാണ് പിന്നെ ഇത് പിടിക്കുന്നത്. എന്നെ പിടിക്കുന്ന അറിയിക്കാ മറ്റേ നമ്മുടെ മീൻ പിടിക്കുന്ന സാധനം. അപ്പോൾ വെള്ളം കൂടുമ്പോൾ അതിന് ഈ കാണുന്ന ചാലി കൂടെ കണ്ടത്തിൽ ഒഴുക്കി വിടും. അപ്പൊ എന്ത് ചെയ്യും? ഇതിന് ഇവിടെ വെച്ച് പിടിക്കും. അവിടുത്തെ മൊത്തം അപ്പുറം മോട്ടോർ കണ്ടില്ലേ? ആ സാധനമാണ് ഇത്. ഇത് ഫുള്ള് ഇവരുടെ പയർ കൃഷി അതുപോലെ സംഭവങ്ങളായി കാണും കേട്ടോ. ഇതിലെ നടന്നങ്ങ് പോവാം. എന്റെ അമ്മേ അങ്ങനൊന്നുമില്ല. ലിവിനെ ആരും കൊണ്ട് നോക്കല്ലേ? ഞാൻ ഈ പയറിന് മറ്റേ ഇതില്ലേ, മറ്റേ ഇതൊക്കെ പുക വിടുവാ അല്ലെന്ന്. ഈ പയറിന് മറ്റേ സാധനം ഞാൻ ചോദിക്കാം. പയർ തരുമോന്ന് ചോദിക്കാം. തരും. സൂപ്പർ പയറാ, നാടൻ പയറാട്ടോ. ഒന്നാന്തരം പയർ. ഇതിന് മറ്റേ സംഭവം ഇത് നോക്കിയാ പാവല് നോക്കിയാ എന്തോരാണ് പാവല് കൃഷി. ഈ പാവലിന് കുറെ പിന്നെ ഇവർക്ക് കൃഷിയുണ്ട്. എന്നിട്ട് തന്നെ ഇത് പറിച്ചിട്ട് വിളവെടുത്തിട്ട് നേരെ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കും. പിന്നെ ഇവിടുന്ന് മീൻ പിടിക്കും പള്ളത്തിയൊക്കെ. ഗൈസ് നോക്കൂ എന്തോ പറയാന്ന്. എന്ത് രസമല്ലേക്കാ. പക്ഷെ ഇച്ചിരി നേരത്തെ വരണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഇച്ചിരി നേരത്തെ വരണ്ടായിരുന്നു കേട്ടോ. ഇതൊരു പഴയ വീടാ. വേറെ കാര്യമുണ്ട്, കള്ളു കുടിക്കുന്നവർക്ക് നല്ലതാണ്. അതിനാ തെങ്ങയിലോട്ട് നോക്കിയാൽ ഇവിടെ നല്ല ഫ്രഷ് കള്ളൊക്കെ ചെന്ന സ്ഥലം കേട്ടോ. ഇത് അങ്ങ് വരെ പോവാം. പിന്നെ വേറെ കാര്യമുണ്ട്, അവർ ഇറങ്ങി വരുമ്പോ ചേട്ടാ ഇച്ചിരി തരുമെന്ന് വെച്ചാൽ തരുകയും ചെയ്യും. ഇത് രണ്ടുമാണ് ഞങ്ങളുടെ കസിൻസിന്റെ വീട് കേട്ടോ. ഇതും അതുപോലെ ഇതും. ഇത് രണ്ടുമാണ് കസിൻസിന്റെ വീട് അല്ലേടാ? നമുക്ക് 2 മണിക്കൂർ നേരത്തെ വരണം അല്ലേ? ഓക്കെ. ഇവിടെയൊക്കെയാണ് ഞങ്ങള് പിന്നെ കുറെ നാള് ജീവിച്ച സ്ഥലം കേട്ടോ ഇത്. എന്നാ ഫ്രഷ് പയർ കഴിച്ച തുപ്പോട് തുപ്പാ. ഇല്ലല്ലോ. വാ നമുക്ക് ചായ കുടിക്കാം. നോക്കൂ, കസിൻസിന്റെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ അങ്ങനെ ഞങ്ങൾ ചന്തയിലുള്ള സ്ഫടികം ഷൂട്ട് ചെയ്ത പള്ളിയുടെ അവിടെ എത്തി. ഇവിടെ വന്നാണ് ഞങ്ങൾ നേരത്തെ ക്യാമറയിൽ വൻ ഷൂട്ടിംഗ് ഒക്കെ നടത്തിയതാണ്. പക്ഷേ ക്യാമറയുടെ മൈക്ക് അല്ലേ? അതായത് ഈ കാണുന്ന ഇതിന്റെ ഇത് കുത്താൻ മറന്നുപോയി. വേറെ കാര്യമുണ്ട്, ഈ മറന്നു 10 തൊട്ടേ പറയുന്നത്. അപ്പൊ നമുക്ക് നൈറ്റ് എടുക്കാനുള്ള ഭാഗ്യം കൊണ്ടാണോ? ഞാൻ നേരത്തെ ഇവിടെയാണ് സ്ഫടികം ഷൂട്ട് ചെയ്തത്. പിന്നെ മോഹൻലാലും മറ്റേ സിൽക്കൊക്കെ ഇതിലൊക്കെ നടന്നത്. അടുത്ത ഷോർട്ട് ഫിലിം വെബ് സീരീസ് ഇവിടെ ഷൂട്ട് ചെയ്യണം അല്ലേ? അങ്ങനെ എന്തൊക്കെ അടിയടിച്ചെന്നറിയാമോ? പക്ഷെ കാര്യങ്ങളൊന്നും നടന്നില്ല. ഞങ്ങൾ ഷൂട്ട് ചെയ്തപ്പോൾ മൈക്കിന്റെ ഇത് മറന്നുപോയി. ഇവിടെയാണ് മറ്റേ വില്ലന്റെ വണ്ടിയൊക്കെ ഈ കാണുന്ന ഇത് കണ്ടോ. ഇതിന്റെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ബോട്ട് കെട്ടിയാണ്. അവിടെയാണ് ഒരു ഇതുണ്ട്. അതിന് എന്നാ ഏട്ടാ പറയുന്നത്? ഇത് ആർച്ച് എന്നാ പറയുക ഇതിന്? 5 വിളക്ക്. ഈ കാണുന്ന ഇതിലേക്കല്ലേ എന്നാ വില്ലന്റെ വണ്ടിയൊക്കെ വീണത് അല്ലേ? ഗൈസ് ഇവിടെ ഇതാണ് ഈ 5 വിളക്ക് കേട്ടോ. ഈ കാണുന്നതാണ് 5 വിളക്ക്. അതാണ് 5 വിളക്ക് എന്ന് പറയുന്നത്. ഗൈസ് ഇവിടെ വന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് തകർത്തടി പോയത്. മാർക്കറ്റ് തുടങ്ങുമല്ലോ. മാർക്കറ്റ് തുടങ്ങി അല്ലേ? ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് പോവുകയാണ്. ഇവിടെ വെച്ചാണ് ഞങ്ങൾ നേരത്തെ നല്ല കിണ്ണം കാച്ചി അടിയൊക്കെ അടിച്ചു കൊടുത്ത് പ്രഷർ കൂട്ടിയതാട്ടോ. പക്ഷെ സാധനത്തിന് ഒച്ചയില്ല. ഇക്കാ നേരത്തെ നമ്മൾ എന്താ അടിയൊക്കെ അടിച്ചാ ഒന്നിനും വോയിസ് ഇല്ലാതായി പോയി. ബിസി ഞാൻ എല്ലാം അതിന് ഇതില്ലാതായി. എങ്ങോട്ടാ? ആണോ? ചങ്ങനാശ്ശേരി ചന്തയുടെ ഭാഗങ്ങളോട് വിട പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ എറണാകുളം ലക്ഷ്യമാക്കി യാത്രയാണ്. ഇവിടെ പോകുന്ന വഴിക്ക് ഒരു ചെറിയ തട്ടുകടയുണ്ട്. പറ്റുമെങ്കിൽ അവിടെ നിന്ന് കഴിക്കണം. പക്ഷെ അത് കാണുന്നില്ല കേട്ടോ. ഇറ്റ് ഈസ് ക്ലോസ്. ഇല്ലല്ലേ? ഇല്ല. ഞങ്ങളൊരു തട്ടുതോട്ട് ദോശ കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളാ. പുള്ളി കൈ വീശുന്ന ഞാൻ കണ്ടോ കേട്ടോ. ദോശ എനിക്കും ദോശ. ചേട്ടാ ദോശ. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾക്ക് എല്ലാവർക്കും ദോശ കിട്ടി. ചമ്മന്തി, മുളക് ചാറ്, സാമ്പാർ. ഇളക്കട ആണോ? കലക്കി കഴിക്കട്ടെ. ഓംലേറ്റും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇല്ലേ, ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് നേരെ എറണാകുളത്തിന് പോവാണ്. എന്തായാലും ചേട്ടനോട് ഒരുപാട് നന്ദിയുണ്ട്. കാണാൻ പറ്റിയല്ലേ? നമ്മൾ ഒരിക്കലും കാണുമെന്ന് വിചാരിച്ചല്ല, പക്ഷെ കാണാൻ പറ്റി. ചേട്ടനോട് ഒരുപാട് നന്ദിയുണ്ട്. മീറ്റ് അഗെയിൻ. അപ്പം എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം, കോൺടാക്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഗൈസ് നോക്കൂ, നമ്മൾക്കൊരു യാദൃശ്യമായിട്ട് നമുക്ക് കോട്ടയത്ത് നിന്ന് ഇതിൻ്റെ ഒരു കോൺടാക്റ്റ് ആണ്. നോക്കൂ, ഇനി ഞങ്ങൾ നേരെ തിരിച്ചു പോകാം കേട്ടോ.